അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന അനവധി ആളുകളുണ്ട്. ഓരോ വീഡിയോകൾക്ക് താഴെ ഉസ്താദ് പ്രത്യേകം ദുആരക്കണേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ, മക്കളില്ല വിഷമിക്കുന്നു, ഹൈറായ മക്കളുണ്ടാവാൻ, പിന്നെ മക്കളുണ്ട് അവർ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, അവർക്ക് നല്ല സ്വഭാവം കിട്ടാൻ, പിന്നെ മക്കളുടെ വിവാഹം ശരിയാകുന്നില്ല, മക്കളുടെ രോഗം മാറാൻ, അതുപോലെ തന്നെ സന്താനങ്ങൾ മക്കളുടെ ജോലി ശരിയാവാൻ, ഇങ്ങനെ നിരവധി ദുആ വസിയത്തുകൾ. അതുപോലെ രോഗങ്ങളുടെ കാര്യം പറഞ്ഞവർ, അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റി കൊടുക്കട്ടെ. നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തുകൾ, ആ 114 സൂറത്തുകൾക്കും വ്യത്യസ്തമായ നേട്ടങ്ങളും ഗുണങ്ങളൊക്കെ ഉണ്ട്. ഖുർആനിലെ പല സൂറത്തിൻ്റെയും മഹത്വങ്ങളും നേട്ടങ്ങളും നമ്മൾ പല വീഡിയോകളിലായി ചർച്ച ചെയ്തതാണ്. സൂറത്ത് യാസീൻ, സൂറത്തുൽ ഫത്ഹ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ തന്നെ സൂറത്ത് യാസീൻ, ഇങ്ങനെ ഒരുപാട് സൂറത്തുകളുടെ നേട്ടങ്ങൾ, സൂറത്തുൽ മുൽക്ക് ഉൾപ്പെടെ, സൂറത്തുൽ വാഖിയ, അങ്ങനെ ഒരുപാട് സൂറത്തുകളുടെ നേട്ടങ്ങൾ, സൂറത്തുൽ ഷറഹ്, സൂറത്തുൽ ദുഹ, അതിൻ്റെയൊക്കെ ഒരുപാട് ചർച്ചകൾ, അതിൻ്റെ നേട്ടം, അത് ഓതിയാൽ കിട്ടുന്ന മഹത്വം, അതൊക്കെ നമ്മൾ ഓരോ വീഡിയോകൾ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു സൂറത്തിൻ്റെ മഹത്വമല്ല, 10 സൂറത്തുകളുടെ 10 മഹത്വം, 10 സൂറത്തുകൾക്കുള്ള ഓരോരോ മഹത്വങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോവാം. നമ്മളൊക്കെ സ്ഥിരമായി ഓതുന്ന സൂറത്തുകൾക്ക് പലർക്കും അറിയില്ല. നമ്മൾ യാസീൻ ഓതുന്നു, എന്തിനാ? മരിച്ചവർക്ക് വേണ്ടി യാസീൻ ഓതുന്നു. മരിച്ചവർക്ക് വേണ്ടി ഓതാനുള്ള ഒരു സൂറത്ത് മാത്രമല്ല യാസീൻ. യാസീൻ സൂറത്ത് നമുക്ക് ഓരോരുത്തർക്കും, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നവരല്ലേ, മരിച്ചവരെ വിട്, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്, ജീവിച്ചിട്ടല്ലേ മരിക്കുക. അപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന നമുക്ക് തന്നെ വലിയ ഗുണങ്ങൾ ഈ സൂറത്ത് യാസീൻ തരുന്നുണ്ട്. അതും പലർക്കും അറിയില്ല. എല്ലാവരും മരിച്ചവർക്ക് വേണ്ടി യാസീൻ, മരിച്ച വീട്ടിൽ പോയ യാസീൻ ഓതുന്നു, ഖബറിങ്കൽ പോയി യാസീൻ ഓതുന്നു. ഓതണ്ടാന്നല്ല കേട്ടോ പറഞ്ഞത്, മരിച്ചവർക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് സൂറത്ത് യാസീൻ, സൂറത്തുൽ മുൽക്ക്, അത്തരത്തിലുള്ള സൂറത്തുകൾ ഓതി ദുആ ചെയ്യലാണ്. എന്നാൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് തന്നെ ഒരുപാട് ഗുണങ്ങൾ ദുനിയാവിലും കിട്ടും, നാളെ മരിച്ചു കഴിഞ്ഞ ആഖിറത്തിലും കിട്ടും. സൂറത്ത് യാസീൻ ഒരു മനുഷ്യൻ നിത്യമായി ഓതിയാൽ അവൻ്റെ ഈ ദുനിയാവിൽ അവനിക്ക് കിട്ടുന്നൊരു നേട്ടമാണ് എന്ത്? അവൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ് സൂറത്ത് യാസീൻ. എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം അല്ലെങ്കിൽ സുബ്ഹിക്ക് ശേഷമോ സൂറത്ത് യാസീൻ ഓതിയിട്ട്, റബ്ബേ പടച്ചോനെ കടങ്ങളുണ്ട് മാറ്റിത്തരണേ അല്ലാ, പ്രയാസ പ്രശ്നങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി ദ്വാരക്ക. പലരും ഒക്കെ പറയാറുണ്ട്, ഞങ്ങളൊക്കെ എല്ലാ ദിവസവും യാസീൻ ഓതുന്നുണ്ട്, പക്ഷെ നമുക്ക് കിട്ടുന്നില്ല ഗുണം. നമ്മൾ ഓതുന്നത് യാസീൻ ആകുന്നില്ല എന്നേ. സൂറത്ത് യാസീൻ ഓതിയാൽ പ്രതിഫലം കിട്ടുമെന്നാണ്, പക്ഷെ നമ്മൾ ഓതുന്ന സൂറത്ത് യാസീൻ യഥാർത്ഥ യാസീൻ സൂറത്താകുന്നില്ല. കാരണം തെറ്റുകൾ എമ്പാടുണ്ട്. യാസീൻ അങ്ങനെയാണോ ഓതേണ്ടത്? യാസീൻ സൂറത്ത് തുടങ്ങുമ്പോൾ തന്നെ പലർക്കും തെറ്റാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം അല്ലേ, പലരും അവിടെ തന്നെ വൽ ഖുർആനി അല്ലേ, ഖുർആനി എന്നൊക്കെയാണ് പറയണത്. ഹക്കീം എന്നാണ് പറയണത്, അങ്ങനെയല്ല, ഹക്കീം എന്നാണ്, കാഫാണ് അവിടെ. ഇങ്ങനെ നമ്മൾ ഓത് നോക്കുമ്പോൾ ഓരോ ആയത്തിലും തന്നെ വ്യത്യസ്തമായ തെറ്റുകൾ, അബദ്ധങ്ങൾ വരാറുണ്ട്. അല്ലാഹു തആല, നമ്മളൊക്കെ എല്ലാം പഠിച്ചു പാസ്സായ ആളുകളൊന്നുമല്ല. ഈ കൂട്ടത്തിൽ ഒരുപാട് പാവപ്പെട്ട ഉപ്പമാരുണ്ട്. അവരൊക്കെ മദ്രസകൾ, ചില ആളുകൾ മദ്രസയിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ ചില ആൾക്കാർ മദ്രസയിൽ പോയിട്ടുണ്ട്, 10 കിതാബ് മാത്രം ഓതിയ ആളുകളുണ്ട്, അല്ലെങ്കിൽ മദ്രസയിൽ പോയിട്ടുണ്ട്, അതൊക്കെ ഓതിയതും പറഞ്ഞതൊക്കെ മറന്നുപോയി രണ്ടാമത് പഠിച്ചെടുക്കുന്ന പലരും ഉണ്ട്. ചില ആളുകൾക്ക് അത് ഓതാൻ അറിയില്ല. അങ്ങനെ ഒരുപാട് വ്യത്യസ്ത സാഹചര്യത്തിലൂടെയാണല്ലോ നമ്മൾ വന്നത്. എല്ലാവരും ഇപ്പോൾ ഭയങ്കര അറബി കോളേജിൽ പോയി പഠിച്ച ആളുകളോ അല്ലെങ്കിൽ ഖുർആൻ മൊത്തം മനപ്പാടമുള്ള ആളുകളോ ഒന്നുമല്ല. അപ്പം അതുകൊണ്ട് നമുക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. പക്ഷെ ആ പരിമിതി ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ആ നമുക്കറിയാവുന്ന അറിവ് വെച്ച് നമ്മൾ ചെയ്യാൻ മടിക്കരുത്. പരമാവധി പഠിക്കാൻ ശ്രമിക്കുക. ഞാനൊക്കെ വയസ്സായി, ഇനിയൊന്നും പഠിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ചിന്ത മാറ്റുക. ഞാനിപ്പോൾ വയസ്സായി, എനിക്കിന്നൊന്നും പഠിക്കാൻ പറ്റൂല. എത്രയോ ആളുകൾ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ യുവത്വകാലത്ത് എനിക്കൊന്നും നടക്കൂല എന്ന് പറയുന്ന കാര്യങ്ങളും വയസ്സായ സമയത്ത് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്നാമത് ഡ്രൈവിംഗ്. എത്രയോ ഉമ്മമാർ അവരുടെ യുവത്വത്തിൻ്റെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ നമുക്ക് വലിയ താല്പര്യമുള്ളത് എപ്പോഴാണ്? ഒരു 18 വയസ്സ്, 17 വയസ്സ്, അല്ലെങ്കിൽ 20, അല്ലെങ്കിൽ ഒരു 30 വരെ കൂട്ട്, ചുമ്മാ ഒരു 30-33 വയസ്സ് വരെ ഡ്രൈവിംഗ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടാകും.
പക്ഷെ നമുക്ക് ചിലപ്പോൾ സാഹചര്യം കിട്ടിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ നമുക്ക് നല്ല മൊബൈൽ ഫോൺ വേണമെന്ന് ആഗ്രഹമുണ്ടാവും, പക്ഷെ കിട്ടിക്കൊള്ളുന്നില്ല. നമുക്കതൊക്കെ സാഹചര്യമായ ചിലപ്പോൾ ഒരു 10-40 വയസ്സ് കഴിഞ്ഞായിരിക്കും. പക്ഷെ സ്വാഭാവികമാണ്, നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഒരുപാട് ആളുകൾ ആ 10-40 വയസ്സ് കഴിഞ്ഞിട്ട് സിമ്പിളായി പഠിച്ചെടുക്കുന്നു. ഈ ഫോൺ ഇത് ഞാൻ എങ്ങനെ ഉപയോഗിക്കും, എനിക്കിതൊന്നും അറിയാൻ പാടില്ലല്ലോ, കോൾ വരുമ്പോൾ മുകളിലേക്കാണോ താഴേക്കാണോ എന്നൊക്കെ സംശയമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ 1-2 ദിവസം നമ്മൾ ഒന്ന് പെരുമാറുമ്പോൾ നമുക്കത് കൃത്യമായി അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പലർക്കും ഇപ്പം സമയമില്ല. യാസീനൊക്കെ ഓതണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ വയസ്സായില്ലേ, എനിക്കിപ്പോൾ 19 വയസ്സായി, ഞാൻ എങ്ങനെ പഠിച്ചെടുക്കും എന്ന ചിന്ത മാറ്റുക. നാളെ മരിക്കും എന്നുറപ്പായാൽ ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ പഠിക്കണമെന്നാണ്. അപ്പോൾ യാസീൻ സൂറത്ത് ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ല, പരമാവധി പഠിച്ചത്. ഇന്നിപ്പോൾ യൂട്യൂബ് സംവിധാനമുണ്ടല്ലേ, ഓരോ ആയത്തും വ്യക്തമായി നമുക്ക് എങ്ങനെ ഓതാമെന്നൊക്കെ വ്യക്തമായി ഇതിലുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടി നമ്മൾ മൊബൈൽ ഉപയോഗിക്കല്ല, കുറേ റീൽസ് അല്ലേ, ഞാൻ നിങ്ങളൊക്കെ ഒരുപാട് റീൽസ് ചുമ്മാ ഇങ്ങനെ കണ്ടുപോകലല്ലാതെ ഉപകാരപ്രദമാകുന്ന വീഡിയോകൾ നമ്മൾ ആരും കാണാറില്ല. എന്തുമാവട്ടെ, പറഞ്ഞു വന്നത് നമ്മുടെ വിഷയം സൂറത്ത് യാസീൻ ഓതിയാൽ എല്ലാ ഗമ്മിനെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കുമെന്നാണ്. അതോടൊപ്പം തന്നെ മഹ്ശറയിൽ അള്ളാഹുവിൻ്റെ അദാബിനെ തൊട്ടുള്ള കാവൽ കിട്ടും സൂറത്ത് യാസീൻ ഓതിയാൽ. ഇനി ഒന്നാമത്തെ സൂറത്ത്. 2 സൂറത്തുൽ ഫാത്തിഹ. അള്ളാഹുവിൻ്റെ കോപം നമുക്കുണ്ടായാൽ എല്ലാം നശിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ കോപത്തെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നിസ്കാരത്തിൽ മാത്രം ഓതേണ്ട സൂറത്തല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മരിച്ച വീട്ടിൽ മാത്രം ഓതേണ്ട സൂറത്തല്ല സൂറത്തുൽ ഫാത്തിഹ. പിന്നെ സൂറത്തു ദുഹാൻ നമ്മൾ ഓതാറുണ്ട്. സൂറത്തു ദുഹാൻ, ഓരോ സൂറത്തിനും നമുക്ക് വ്യത്യസ്തമായ നിരവധി നേട്ടം പറയാനുണ്ട്. എല്ലാം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അതിന് സമയം ഉണ്ടാവും. ഓരോ സൂറത്തിനും നമ്മൾ ഒന്നും മനസ്സിലാക്കിയിരിക്കേണ്ട ചില നേട്ടങ്ങളാണ്. സൂറത്തുൽ ഫാത്തിഹ അള്ളാഹുവിൻ്റെ കോപത്തെ തൊട്ടുള്ള കാവൽ കിട്ടും. സൂറത്ത് യാസീൻ മഹ്ശറയിലെ ദാഹം, മഹ്ശറയിലെ പ്രയാസങ്ങൾ മാറാൻ, പിന്നെ ദുന്യാവിലെ തന്നെ പ്രതിസന്ധികൾ മാറാൻ സൂറത്ത് യാസീൻ നല്ലതാണ്. സൂറത്ത് ദുഹാൻ മഹ്ശറയിൽ നമ്മൾ ചെല്ലുമ്പോൾ വിചാരണ നടക്കൂലേ, ആ വിചാരണ എളുപ്പമാകും സൂറത്ത് ദുഹാൻ ഓതിയാൽ. സൂറത്തുൽ വാഖിഅ എല്ലാവിധത്തിലുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ദാരിദ്ര്യത്തെ തൊട്ടുള്ള കാവൽ കിട്ടും. സൂറത്തുൽ മുൽക്ക് തബാറക്കല്ലദീ സൂറത്ത്, ആ സൂറത്ത് ഓതിയാൽ ഖബറിൻ്റെ ശിക്ഷയെ തൊട്ടുള്ള കാവൽ കിട്ടും. മാത്രമല്ല ഒരു മനുഷ്യൻ ഈ ഒരു സൂറത്തുൽ മുൽക്ക് ഒരു മാസത്തിൻ്റെ തുടക്കം ഓതിയാൽ 30 ദിവസം വരെ അല്ലാഹു തആല അവനിക്ക് എല്ലാവിധത്തിലുള്ള ആപത്തുകളിൽ നിന്നുള്ള കാവൽ കൊടുക്കും. 6-ാമത്തേത് സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ മനസ്സിൽ ഈമാൻ ഉണ്ടാകും. പലർക്കും ഇന്ന് അതാണ്, രാവിലെ മുസ്ലിം ആയിരിക്കും, പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ യുക്തിവാദത്തിലേക്ക് പോകുന്നു. എത്രയോ സഹോദരിമാർ, വാപ്പമാർ പരാതി പറയുന്നു, ഉസ്താദെ മക്കൾ പിടിച്ചു കിട്ടുന്നില്ല, അവർ യുക്തിവാദത്തിലേക്ക് പോകുന്നു. സൂറത്തുൽ ഇഖ്ലാസ് അധികരിപ്പിക്കുക. സൂറത്തുൽ ഇഖ്ലാസ് ഒരുപാട് കണ്ടോത് നമ്മുടെ മനസ്സിൽ വരുന്ന അള്ളാഹിനെ പറ്റി, ഇസ്ലാമിനെ പറ്റി, നബിതങ്ങളെ പറ്റിയുള്ള മോശം ചിന്തകൾ അതിന് തൊട്ടുള്ള കാവൽ കിട്ടാൻ സൂറത്തുൽ ഇഖ്ലാസ് അധികരിപ്പിക്കുക. 7-ാമത്തേത് സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്ത്. ആ സൂറത്ത് അസൂയ, നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരെ പറ്റി ഉണ്ടാകുന്ന അസൂയ ഉണ്ടല്ലോ, അസൂയ മാത്രമല്ല മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെപ്പറ്റി അസൂയ ഉണ്ടാകും. ആ അസൂയയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങേറുകളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ സൂറത്തുൽ ഫലഖ് അധികരിപ്പിക്കുക. പിന്നെ സൂറത്തുൻ നാസ്, 8-ാമത്തേത് സൂറത്തുൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അവസാനത്തെ 114-ാമത്തെ സൂറത്ത്. വസ്വാസ് ഉണ്ടാവില്ല, വസ്വാസിനെ തടയാൻ നമുക്ക് സൂറത്തുൻ നാസ് നമുക്ക് മതിയാകും. പിന്നെയോ സൂറത്തു സജദ നമ്മൾ ഓതാറുണ്ട്. സൂറത്തു സജദ ഓതിയാൽ പരലോകത്ത് വെച്ച് പ്രവാചകന്മാരുടെ ശഫാഅത്തിന് അർഹനാകുമെന്നാണ്. പരലോകത്ത് വെച്ച് മുത്ത് റസൂലിൻ്റെ ഷഫാഅത്ത് കിട്ടാൻ സൂറത്തു സജദ നമുക്ക് നിത്യമായി ഓതാം. അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിനമോ വെള്ളിയാഴ്ച രാവിലോ സൂറത്തു സജദ ഓതൽ നല്ലതാണ്. പിന്നെ 10-ാമത്തെ സൂറത്തു തകാസുർ. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ എന്നുള്ള സൂറത്തു തകാസുർ ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു വട്ടം ഓതിയാൽ വിശുദ്ധമായ ഖുർആനിലെ 100 ആയത്ത് ഓതിയതിൻ്റെ പ്രതിഫലം അല്ലാഹു തആല അവനിക്ക് കൊടുക്കുമെന്നാണ്. 5-6 ആയത്തേ ഉള്ളൂ സൂറത്തു തകാസുർ, പക്ഷെ അത് അവൻ ഓതിയാൽ 100 ആയത്ത് ഓതിയതിൻ്റെ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കുമെന്നാണ്. ഇങ്ങനെ 10 സൂറത്തുകളുടെ നേട്ടങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ കേട്ടത്. ഇനി അപ്പോൾ ഈ സൂറത്തുകളൊക്കെ ഇൻഷാ അല്ലാഹ് ഓതാൻ പരമാവധി ശ്രമിക്കുക. ഇനി നമുക്കൊരു മറ്റൊരു അറിവിലേക്ക് നമുക്കൊന്ന് കടന്നാലോ. അതായത് ചില പ്രവാചകന്മാരുടെ വയസ്സ് നമുക്കൊന്ന് കേട്ടാലോ. ലോകത്ത് 1,24,000-ത്തിലധികം പ്രവാചകന്മാർ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രവാചകന്മാരും
അവരുടേതായ കാലഘട്ടത്തിൽ ജീവിച്ച ആ മനുഷ്യരുമായി നമ്മൾ നോക്കുമ്പോൾ ആയുസ് ദീർഘിച്ച് കിട്ടിയ ആളുകളുണ്ട്, ആയുസ് കുറഞ്ഞ ആളുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച പ്രവാചകർ അത് മഹാനായ നമ്മുടെയൊക്കെ വല്ലുപ്പ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. പല അഭിപ്രായങ്ങളുണ്ട്. 930, 950, അല്ല 1000, 1050, 1100, പല പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ലോകത്ത് ജീവിച്ച പ്രവാചകർ അത് മഹാനായ നമ്മുടെ വല്ലുപ്പ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അതുപോലെ മഹാനായ നൂഹ് നബിക്കുണ്ടായിരുന്ന വയസ്സ് 950 വയസ്സാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 195 വയസ്സ് വരെ ജീവിച്ചു എന്നാണ്. ഇസ്മായിൽ നബി 137 വയസ്സ് വരെ ജീവിച്ചു. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം 180 വയസ്സ് വരെ ജീവിച്ചു. യഅ്കൂബ് നബി 149 വയസ്സാണ്. യൂസുഫ് നബി 110 വയസ്സാണ്. മൂസ നബി 123 വയസ്സാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം 70 വയസ്സ് വരെയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം 180 വയസ്സ് വരെ. സക്കരിയ നബി അലൈഹിസ്സലാം 300 വയസ്സ് വരെ ജീവിച്ചു. ഷുഐബ് നബി അലൈഹിസ്സലാം 254 വയസ്സ് വരെ ജീവിച്ചു. മഹാനായ യഹ്യ നബി അലൈഹിസ്സലാം 95 വയസ്സ്. സ്വാലിഹ് നബി അലൈഹിസ്സലാം 180 വയസ്സ്. ഹൂദ് നബി അലൈഹിസ്സലാം 165 വയസ്സ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം 33 വയസ്സ് വരെയാണ് ലോകത്ത് ജീവിച്ചത്. 33ാമത്തെ വയസ്സിൽ അല്ലാഹു തആല ആകാശത്തേക്ക് ഉയർത്തിയ പ്രവാചകരാണ്. ഇനി ലോകാവസാനത്തിൻ്റെ സമയത്ത് അദ്ദേഹം വരും. അദ്ദേഹത്തിന് 33 വയസ്സായിരിക്കും. പിന്നീട് 40 വർഷം അദ്ദേഹം ഇവിടെ ജീവിക്കുമെന്ന് നമുക്ക് കിതാബുകളിൽ ഹദീസുകളിൽ കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചത് 63 വയസ്സാണ്. അപ്പോൾ പ്രവാചകന്മാരുടെ ചില വയസ്സുകൾ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതിയത് എൻ്റെ ഉമ്മമാർക്കൊരു അറിവായിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു തന്നതാണ് കേട്ടോ. ബുസ്താനുൽ ആരിഫീൻ എന്ന കിതാബിൽ നമുക്ക് ഈ ഒരു കാര്യം കാണാൻ പറ്റും. ഇനി ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായി ജനിച്ച പ്രവാചകന്മാർ, ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായി ജനിച്ച പ്രവാചകന്മാർ. ലോകത്ത് ആദ്യമായി സ്വന്തമായി ചേലാകർമ്മം ചെയ്തത് മാർക്കം, സുന്നത്ത് കല്യാണം എന്നൊക്കെ പറയില്ലേ, അത് ചെയ്തത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. പിന്നെ അതല്ലാതെ ചേലാകർമ്മം ജനിച്ചപ്പോൾ തന്നെ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായി ജനിച്ച ചില പ്രവാചകന്മാരുണ്ട്. ആദം നബി അലൈഹിസ്സലാം, ഷീസ് നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, നൂഹ് നബി, ലൂത്ത് നബി, ഇസ്മായിൽ നബി, യൂസുഫ് നബി, സക്കരിയ നബി, ഈസാ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരൊക്കെ ജനിച്ചപ്പോൾ തന്നെ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായിട്ടാണ് ജനിച്ചതെന്നാണ്. ഇനി സ്വാഭാവികമായി മറ്റൊരു സംശയം ഉണ്ടാകും, ഉസ്താദെ, കുട്ടികൾക്ക് എപ്പോഴാണ് നമ്മൾ ചേലാകർമ്മം ചെയ്യേണ്ടത്? അതായത് നമുക്ക് കിതാബുകളിൽ പല കിതാബുകളിലും പല രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ജനിക്കുമ്പോൾ തന്നെ, ജനിച്ച് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ചേലാകർമ്മം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ നാടുകളിലുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, 7 വയസ്സിൽ ചെയ്യുന്നവരുണ്ട്, 5 വയസ്സിൽ ചെയ്യുന്നവരുണ്ട്. അത് നമ്മളെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ചില പ്രയാസമുണ്ട്. അതായത് ശരീരത്തിൽ എന്തെങ്കിലും ഒരു മുറിവുണ്ടായാൽ ചില ഡോക്ടർമാർ പറയാറുണ്ട് കുട്ടിയാണ്, ചില പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ട് പരമാവധി 7 വയസ്സ് വരെ എന്ത് ചെയ്യുക, ശരീരത്തിൽ മുറിവുണ്ടാവാതെ സൂക്ഷിക്കുക. മുറിവുണ്ടായാൽ ഉണങ്ങാൻ പാടാണ്, ബ്ലഡ് നിൽക്കാൻ പാടാണ്. അങ്ങനെ പ്രോബ്ലം പറഞ്ഞ പല കുട്ടികളുണ്ട്. ഇപ്പോൾ നമ്മുടെ അറിവിൽ തന്നെ ഉണ്ട് ഒരു കുട്ടിക്ക് ഡോക്ടർ അങ്ങനെ പറഞ്ഞു, മുറിവുണ്ടാവാൻ പാടില്ല. അതായത് മാർക്കം നമ്മൾ 7 വയസ്സിന് ശേഷം ചെയ്യലാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ലത്. കാരണം എന്താ, മാർക്കം ചെയ്താൽ ബ്ലഡ് നിൽക്കാതെ വരും. അത് മാർക്കം ചെയ്യുക, അത് സുന്നത്ത് മാത്രമല്ല, മറ്റ് ശരീരത്തിൽ ചില ആളുകളുടെ പ്രകൃതി അങ്ങനെ, ശാരീരിക പ്രകൃതി അങ്ങനെയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, എന്തെങ്കിലും മുറിവുണ്ടായാൽ പിന്നെ ബ്ലഡ് നിൽക്കാതെ വരും. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ ആ ഒരു സുന്നത്ത്, ആ ഒരു എന്താണ് കർമ്മം നിർവഹിക്കലാണ് നല്ലത് കേട്ടോ. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് എന്തായാലും നമ്മളത് ചെയ്തിരിക്കേണ്ടതാണ്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 10 സൂറത്തുകൾ, ആ 10 സൂറത്തുകളുടെ ചില നേട്ടങ്ങൾ പഠിച്ചു. പിന്നെ നമുക്കൊരു അറിവിലേക്ക് ചില പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ വയസ്സ് നമ്മൾ എത്രയാണെന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70 എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എൻ്റെ ഉമ്മത്ത്, അതായത് നമ്മുടെയൊക്കെ വയസ്സെന്ന് പറഞ്ഞാൽ 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ് ഭൂരിഭാഗം ആളുകളും മരണപ്പെടുന്നതെന്നാണ്. 60 വയസ്സ് 70 വയസ്സിൻ്റെ ഇടയിലാണ് പലരും മരണപ്പെടുക. അപ്പോൾ 100 വയസ്സ് വരെ ജീവിക്കാനും അല്ലെങ്കിൽ 120 വയസ്സ് വരെ ജീവിക്കാനും ഒക്കെ അവസരം കിട്ടിയ ആളുകളുണ്ടാകും. നമ്മൾ എത്ര കാലം ജീവിക്കുന്നു എന്നല്ല, ജീവിച്ച കാലത്ത് എന്ത് ചെയ്തു എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ 40 വയസ്സ് വരെ ജീവിച്ച ആൾ, ഇപ്പോൾ സഅദ് ബിൻ മുആദ് എന്ന് പറയുന്ന ഒരു സ്വഹാബിയെ പറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അദ്ദേഹം 35 വയസ്സ് വരെയാണ് ജീവിച്ചത്.
35 വയസ്സ് വരെ ജീവിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ജീവിതം, മുസ്ലിം ആയത് വെറും 5 വർഷം മാത്രമാണ്. 30ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത്. 35ാമത്തെ വയസ്സിൽ അദ്ദേഹം വഫാത്തായി, മരണപ്പെട്ടു. പക്ഷെ ആ 5 വർഷം ഉണ്ടല്ലോ, ആ മുസ്ലിമായ 5 വർഷം കൊണ്ട് 500 വർഷത്തെ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തിന് തുല്യമായത് ആ 5 വർഷം കൊണ്ട് അദ്ദേഹം ചെയ്തു എന്നാണ്. അപ്പം നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നതല്ല, ജീവിക്കുന്ന കാലത്ത് എത്ര നന്മകൾ ചെയ്തു എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുണ്ട്, ഏറ്റവും നല്ല മനുഷ്യനെന്ന് പറഞ്ഞാൽ തൂലുൽ ഉംർ വഹസ്സുനൽ അമൽ, അതായത് ദീർഘകാലം ജീവിക്കാനും ആ ജീവിക്കുന്ന കാലത്തോളം നല്ല കാര്യങ്ങൾ ചെയ്യാനും ഒരു മനുഷ്യന് അല്ലാഹു തആല അവസരം കൊടുത്താൽ അത് ഏറ്റവും വലിയ ഖൈറാൻ. അപ്പോൾ നമ്മളൊക്കെ എത്ര കാലം ജീവിക്കുമെന്ന് അറിയില്ല. ഇനിയുള്ള കാലത്ത് ഇപ്പോൾ ഓരോ ദിവസവും അല്ലാഹു തആല നമുക്ക് തരുന്ന വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ട് പരമാവധി ഇബാദത്തുകൾ, ദിക്ർ, ഔറാദുകൾ, നിസ്കാരാദി കാര്യങ്ങൾ, അതുപോലെ മറ്റുള്ളവരുടെ പെരുമാറ്റം, നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങൾ എല്ലാം വളരെ ക്ലിയറാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ജീവിതത്തിൽ വലിയ ഖൈറും സന്തോഷവും സമാധാനവും റാഹത്തും എല്ലാവിധത്തിലുള്ള നിഅമത്തും അതുപോലെ സാമ്പത്തികമായ ഭദ്രതയും ഒക്കെ അല്ലാഹു തആല നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പലരൊക്കെ ഫോണിൽ വിളിച്ചും നേരിട്ട് കണ്ടും അല്ലാതെ ഈ കമൻറ്റിലൂടെയൊക്കെ ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹു തആല ദൂരീകരിക്കുമാറാവട്ടെ. മരണപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.